ഡെവിൾസ് ലവ്. രചന നന്ദന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ദേഹമാസകലം കുത്തിക്കീർന്ന പോലെയുള്ള വേദന സഹിക്കാൻ കഴിയാതെയാണ് തനു കണ്ണുകൾ വലിച്ചു തുറന്നത്. ഒന്നനങ്ങിയതും വേദന സഹിക്കാനാവാതെ അവളുടെ നാവിൽ നിന്നൊരു ആർത്തനാദം പുറത്തേക്ക് വന്നു. അവൾ കണ്ണുകൾ മുറുക്കെ അടച്ചു തുറന്നു. ശേഷം പതിയെ തലതിരിച്ചു നോക്കിയതും മറുവശം ശൂന്യമായിരുന്നു. അവൾക്കത് വല്ലാത്തൊരു ആശ്വാസം നൽകി. അവൾ പതിയെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ നോക്കി. വേദന കാരണം അവൾ പുളഞ്ഞുപോയി. അവൾ ഒരു നിമിഷം കണ്ണുകൾ മുറുക്കി അടച്ച് അങ്ങനെ തന്നെ കിടന്നു. ശേഷം വേദന കടിച്ചു പിടിച്ചുകൊണ്ട് പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അല്പം ഉയർന്ന് കട്ടിലിന്റെ ഹെഡ് ഡ്രസ്സിലേക്ക് ചാരിയിരിക്കുമ്പോൾ ദേഹത്തിൽ നിന്ന് ഊർന്നു വീണ പുതപ്പ് അവൾ ഒന്നുകൂടി മുകളിലേക്ക് കയറ്റിയിട്ടു. ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് കണ്ണുകൾ അടക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രിയിലെ ഓരോ അനുഭവങ്ങളും കടന്നു വന്നു. അതിന്റെ ഫലമായി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തിനു വേണ്ടിയാണ് അവൻ തന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്നറിയാതെ അവളുടെ മനസ്സാകെ ഉഴറി. അല്പസമയം അങ്ങനെ ഇരുന്ന ശേഷം അവൾ ഒരു നെടുവീർപ്പോടെ കട്ടിൽ നിന്നും പതിയെ നിലത്തേക്ക് കാലുകൾ കുത്തി ഇറങ്ങി. നഗ്നമായ ശരീരത്തിലേക്ക് പുതപ്പ് വാരി ചുറ്റി അവൾ വേച്ച് വാഷ്റൂമിലേക്ക് നടന്നു. ഹീറ്റർ ഓൺ ചെയ്ത് ചെറു ചൂടുവെള്ളം ദേഹത്തേക്ക് കോരിയൊഴിക്കുമ്പോൾ അടിവയറ്റിലും മാറിലും ഉണ്ടായ പുകച്ചിലിൽ അവളൊന്ന് വിറച്ചുപോയി. പല്ലിന്റെ അടയാളം അവിടെ വ്യക്തമായി തന്നെ കാണാമായിരുന്നു. അവൾ ഒരു നിമിഷം ചുമരിൽ നെറ്റിമുട്ടിച്ചിരുന്നുകൊണ്ട് വേദന സഹിച്ചു. അല്പസമയത്തിന് ശേഷം കുളിച്ചിറങ്ങുമ്പോൾ വാതിൽ തുറന്നകത്തേക്ക് കയറുവാൻ ദത്തനെ കണ്ട് അവളൊന്ന് പകച്ച് നിന്നുപോയി. ആ സമയം അവൾ അവനോട് പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. ദത്തിന് ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. ശേഷം എന്തോ ഓർത്ത പോലെ അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് വന്നു. ആഹാ, തമ്പുരാട്ടി രാവിലെ കുളിയൊക്കെ കഴിഞ്ഞോ? അവളുടെ മുന്നിലേക്ക് വന്നിന്ന് അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് അവനൊരു പരിഹാസ ചിരിയോടെ ചോദിച്ചു. അവൾ അതിന് മറുപടി നൽകാതെ അവനെ കടന്ന് മുന്നോട്ട് പോയി. അപ്പോഴേക്ക് അവന്റെ പിടി അവളുടെ കൈകൾ വീണിരുന്നു. ചുവന്നു തൊടുത്തിരുന്ന കൈകളിൽ പിന്നെ അവന്റെ പിടി വീണതും അവൾക്ക് വല്ലാതെ വേദനിച്ചു. എന്താടി, വേദനിക്കുന്നുണ്ടോ നിനക്ക്? അവൻ പരിഹാസ സ്വരത്തിൽ ചോദിച്ചു. അവൾ നിറകണ്ണുകളോട് അവനെ നോക്കി. ഒന്നുമല്ല തനുശ്രീ, ഇതിനേക്കാൾ വലിയ വേദനകൾ നീ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. മാനസികമായും ശാരീരികമായും ഓരോ ദിവസവും നീ ഇനിയും തളർത്തും ഞാൻ. അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് ചേർത്ത് അവൻ അവളുടെ ചെവിയോരെ മുഖമടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ ദയനീയമായി നോക്കി. അവന്റെ ആ പിടിയിൽ അവൾക്ക് ശരീരം നുറുങ്ങുന്ന പോലെ തോന്നി. അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്ത്? ശരീരം നുറുങ്ങുന്ന വേദനയിലും അവൾ എങ്ങനെയൊക്കെ അവനോട് ചോദിച്ചു. എന്ത് തെറ്റെയ്തെന്നോ? അറിയണോ നിനക്ക്? വർദ്ധിച്ച ദേഷ്യത്തോടെ അവൻ പല്ലടിച്ചുകൊണ്ട് ചോദിച്ചതും അവന്റെ ആ ഭാഗത്തിൽ അവൾക്ക് വല്ലാത്ത ഭയം തോന്നി. വീട് എനിക്ക് വേദനിക്കുന്നു. ഇടുപ്പിലുള്ള പിടിമുറുകിയതും അവൾ അവനെ നോക്കി മുഖച്ച് വിളിച്ചുകൊണ്ട് പറഞ്ഞു. വേദനിക്കണം? ഇതല്ല, ഇതിനപ്പുറം നിനക്ക് വേദനിക്കണം. അതിനു വേണ്ടിയാ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. അവൻ പറഞ്ഞ അവൾ സംശയത്തോടെ അവനെ നോക്കി. ഇപ്പൊ മോൾ ഇത്രയും അറിഞ്ഞാൽ മതി, ബാക്കി ഞാൻ പിന്നെ പതിയെ പറഞ്ഞുതരാം. ആള് നോയി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ അവളിലെ പിടിവിട്ടതും അവൾ സൈഡിലേക്കൊന്ന് വേച്ചു പോയി. ബാലൻസ് കിട്ടാതെ അവളുടെ കൈ സൈഡിൽ കിടന്ന മേശമേൽ ഇടിച്ചു. വേദന കൊണ്ട് അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു നിന്ന് ഷോ കാണിക്കാതെ പോയി കോഫി എടുത്തിട്ട് പാടി. അവൻ അലറിയതും അവൾ നിറകണ്ണുകളോട് അവനെ നോക്കിക്കൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴും അവൻ എന്തിനാണ് തന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്ന ചോദ്യം അവൾ അലട്ടിയിരുന്നു. താന് പുറത്തേക്ക് പോയതും ദത്തിന് നിമിഷം കണ്ണുകൾ മുറുക്കി അടച്ച് ശ്വാസം എടുത്ത് വിട്ടു. അവന്റെ മനസ്സിലേക്ക് അവളുടെ നിറഞ്ഞ കണ്ണുകളും വിതുമ്പുന്ന ചുണ്ടുകളും ദയനീയ മുഖവും ഒക്കെ കടന്നു വന്നു. നെഞ്ചിലെന്തോ വേദന പോലെ അവന് തോന്നി. ഒരു പാറക്കല്ലെടുത്ത് വെച്ച ഫീൽ. തനിക്ക് എന്താണ് ഈ സംഭവിക്കുന്നത്? അവളുടെ നിറഞ്ഞ കണ്ണുകൾ തന്നെ വല്ലാതെ അലട്ടുന്നു. ഇല്ല, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഒരു തരത്തിലുള്ള സിമ്പതിയും തനിക്ക് അവളോട് തോന്നാൻ പാടില്ല. അവൾ എനിക്ക് ശത്രുവാ. തന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി മാത്രമാ താൻ അവൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. അവനൊരു നിമിഷം അത് തന്നെ മനസ്സിൽ പറഞ്ഞു പഠിപ്പിച്ചു. യെസ്, ഇനി ദത്തിന്റെ താണ്ഡവം നീ കാണാൻ പോകുന്നതേയുള്ളൂ തനുശ്രീ. അവൻ പകയോടെ മനസ്സിൽ പറയുമ്പോൾ അവന്റെ കണ്ണുകൾ ചോര പോലെ ചുവന്നു കൊടുത്തു. മനസ്സിൽ പ്രതികാരം എന്ന ചിന്ത മാത്രം തെളിഞ്ഞു നിന്നു. ഉയർന്നു വന്ന ദേഷ്യത്തെ അടക്കി നിർത്താൻ ശ്രമിച്ചുകൊണ്ട് അവൻ വേഗത്തിൽ വാഷ്റൂമിലേക്ക് കയറി. തനു പടികളിറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ പൂജാമുറിയിൽ വിളക്ക് വെച്ച ശേഷം രാജേശ്വരി പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. അവരെ കണ്ടത് അവളൊരു നിമിഷം അവിടെ തന്നെ നിന്നു. മോളെന്താ അവിടെ തന്നെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വാ. ആറ് വിളിച്ച് അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ അരികിലേക്ക് ചെന്നു. ഇനി ഇതൊക്കെ മോളുടെ ജോലിയായിട്ടോ, മോള് തന്നെ ചെയ്താൽ മതി. അവർ പുറത്തെ തുളസി തറയിൽ കത്തിക്കാനായി കയ്യിൽ കരുതുന്ന കുഞ്ഞു വിളക്ക് അവളുടെ കയ്യിൽ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അവളൊന്ന് പകച്ചു പോയി. അത് പിന്നെ അപ്പച്ചി, ഞാൻ ആൾ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചെങ്കിലും അപ്പച്ചി അതൊന്നും കേൾക്കാതെ അവളുടെ നേർക്ക് ആ വിളക്ക് നീട്ടിപ്പിടിച്ചു. ഒരു നിമിഷം അവൾ ആ വിളക്കിലേക്ക് നോക്കിയ ശേഷം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അത് വാങ്ങാനായി കൈകൾ നീട്ടി. നിക്ക്. പെട്ടെന്ന് അവിടെ ഒരു ശബ്ദം ഉയർന്നു കേട്ടതും തനി ഞെട്ടിലോടെ കൈകൾ പിൻവലിച്ചു. ഇരുവരും പകപ്പോടെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ അഗ്നി എരിയുന്ന കണ്ണുകളുമായി നിൽക്കുന്ന ശ്രീദേവിയെ കണ്ടതും തനുവിന്റെ മുഖം വിളറി വെളുത്തു. എന്താ എടുത്തി, എന്തു പറ്റി?
അവരുടെ മുഖം കണ്ടത് രാജേശ്വരി സംശയത്തോടെ ചോദിച്ചു. അപ്പോഴേക്കും ശ്രീദേവി വർദ്ധിച്ച ദേഷ്യത്തോടെ അവരുടെ അരിയിലേക്ക് പാഞ്ഞു വന്നിരുന്നു. ആരോട് ചോദിച്ചിട്ടാ രാജേശ്വരി നീ വിളക്ക് ഇവിടെ കൈ കൊടുക്കാൻ തുനിഞ്ഞത്? ദേഷ്യത്തോടെയുള്ള ശ്രീദേവിയുടെ ചോദ്യം കേട്ടതും തനുവിനൊപ്പം രാജേശ്വരി ഒന്ന് പകച്ചുപോയി. എന്താ എടുത്തി? അവർ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാവാതെ രാജേശ്വരി വീണ്ടും ചോദിച്ചു. നമ്മുടെ പൂജാമുറിയിലെ വിളക്കെടുത്ത് ഇവിടെ കയ്യിലേക്ക് കൊടുക്കാൻ നിന്നോട് ആരാ പറഞ്ഞെന്നാ ഞാൻ ചോദിച്ചത്. അവളെ നോക്കി ദേഷ്യത്തോടെ മുഖം തിരിച്ചുകൂടി രാജേശ്വരിയുടെ അവർ ചോദിച്ചു. ഏടത്തി എന്താ ഈ പറയുന്നത്? താൻ ഇവിടുത്തെ മരുമകളല്ലേ? വീട്ടിലെ വിളക്ക് തെളിക്കേണ്ട മരുമകളുടെ കടമയല്ലേ? അപ്പൊ നമ്മുടെ വീട്ടിലെ വിളക്ക് തെളിക്കേണ്ട തനുവിന്റെ കടമയല്ലേ? ശ്രീദേവിയെ പറഞ്ഞു മനസ്സിലാക്കാൻ രാജേശ്വരി ശ്രമിച്ചുവെങ്കിലും അവരതൊന്നും കേൾക്കാൻ പോലും തയ്യാറാവാതെ തനുവിനെ അവജ്ഞതയോടെ നോക്കി നിൽക്കുകയായിരുന്നു. മരുമകളോ? ആര്? ഇവളെ ഞാൻ ഒരു കാലത്ത് എന്റെ മരുമകളായിട്ട് അംഗീകരിക്കില്ല. ഇവളെ കണ്ണിന് മുമ്പിൽ കാണുന്ന പോലെ എനിക്ക് അറപ്പും വെറുപ്പാ. അവരുടെ വാക്കിൽ കേട്ടും തനുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴി. അവൾ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് വിതുമ്പലടക്കി. ഏടത്തി എന്തൊക്കെയാ ഈ പറയുന്നെന്ന് വല്ല ബോധമുണ്ടോ? ഏടത്തി അംഗീകരിച്ചാലില്ലെങ്കിലും ഇവൾ ഇവിടുത്തെ മരുമകൾ തന്നെയാ. മനക്കിലെ ദേവതത്വം താലികെട്ടി അവന്റെ സ്വന്തം ഭാര്യ, അവന്റെ പ്രണയം. അതിലൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ ആരെങ്കിലും ചെയ്ത തെറ്റിന് ഇവളെ ശിക്ഷിക്കാൻ നിൽക്കരുത് ഏട്ടത്തി. ഈശ്വരന്മാര് പോലും പൊറുക്കില്ല. അവർ ശ്രീദേവിയെ നോക്കി നീരസത്തോടെ പറഞ്ഞു. രാജേശ്വരിയുടെ നാവിൽ നിന്ന് അങ്ങനെ കൂടി കേട്ടതും ശ്രീദേവിക്ക് തനുവിനോടുള്ള ദേഷ്യം കൂടുകയാണ് ചെയ്ത്. വന്ന് കയറിയിട്ടില്ല, അതിനുമുമ്പ് കുടുംബത്തിലുള്ള എല്ലാവരെയും മയക്കെടുത്തു. അസത്ത്. രാജേശ്വരി പറഞ്ഞ് ഇഷ്ടപ്പെടാതെ ശ്രീദേവി തനുവിന് നേരെ ക്രൂരമായ വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ഫലമായി തനുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളിൽ നിന്നൊരു ഏങ്ങൽ ശബ്ദം പുറത്തേക്ക് വന്നു. മതിയെടുത്തി, കുറെ നേരം ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുന്നു. അതിന് മാത്രം ഇവളൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനാണ് ഇവളുടെ കയ്യിൽ ഈ വിളക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. ഇനി ഏടത്തിക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ ഇവളിവിടെ വിളക്ക് തെളിയിക്കുന്നില്ല, പോരെ? അതും പറഞ്ഞുകൊണ്ട് അവർ തന്റെ കയ്യിലിരുന്ന വിളക്ക് ശ്രീദേവിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ശേഷം തനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തിരിഞ്ഞടന്നു. പിന്നെ തനുശ്രീക്ക് നിഷിദ്ധായതൊന്നും ഇനി എനിക്ക് വേണ്ട. അതുപോലെ ഏടത്തി ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം ഒരു നാൾ ദുഃഖിക്കേണ്ടി വരും. അന്ന് നെഞ്ചുപൊട്ടി കരയാൻ ഇടവരാതിരിക്കട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് കണ്ണീർ വാർത്തുകൊണ്ട് നിൽക്കുന്ന തനുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് രാജേശ്വരി തന്റെ മുറിയിലേക്ക് നടന്നു. അപ്പോൾ ഈ രാജേശ്വരി പറഞ്ഞതിന്റെ പൊരുൾ എന്തെന്നറിയാതെ തറഞ്ഞിരിക്കുകയായിരുന്നു ശ്രീദേവി. അതുപോലെ കുളി കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്ന ദത്തനും അവരുടെ ഈ സംഭാഷണങ്ങൾക്ക് സാക്ഷിയായിരുന്നു. മോളെ. ജനലിലൂടെ പുറത്തേക്ക് നോക്കിയെന്ന തനുവിന്റെ അരികിലേക്ക് ചെന്ന് രാജേശ്വരി വിളിച്ചു. മോള് വിഷമിക്കാതെ, ഏടത്തിക്ക് മോളോടുള്ള നീരസം ഇതുവരെയും മാറിയിട്ടില്ല. അതാ ഇങ്ങനെ. ആരവളെ ആശ്വസിപ്പിക്കാനെന്നോണം പറഞ്ഞു. അതിന് മറുപടിയായി അവൾ അവരെ നോക്കിയൊരു വാടിയ പുഞ്ചിരി നൽകിയതേയുള്ളൂ. എന്തായാലും കണ്ണന് മോളോട് സ്നേഹം തന്നെയാണല്ലോ. അതുകൊണ്ട് ഏടത്തിയുടെ ഏട്ടൻ്റെ ഈ നീരസൊക്കെ അവൻ പറഞ്ഞു മാറ്റിയെടുത്തോളൂ. രാജേശ്വരി അത് പറഞ്ഞപ്പോൾ അവളുടെ മനസ്സിലേക്ക് കഴിഞ്ഞ രാത്രി ദത്തൻ തനിക്ക് നൽകിയ വേദനകളാണ് കടന്നു വന്നത്. അതിൻ്റെ നോവിനാൽ ഇപ്പോഴും തൻ്റെ ശരീരത്തിൽ ചോര പൊടിയുന്നുണ്ട്. അവൾക്ക് അവരോട് വിളിച്ചു പറയാൻ തോന്നി. ദത്തിന് തന്നോട് പ്രണയമല്ല, പകരം പകയാണെന്ന്. പക്ഷെ അവിടെ നാവ് വിലങ്ങി. ഒരക്ഷരം പോലും മിണ്ടാൻ കഴിയാതെ അവൾ രാജേശ്വരിയെ നോക്കിക്കൊണ്ട് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എന്തായാലും മോളുവാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ആര് പറഞ്ഞു? അവളൊന്ന് മടിച്ചു. കാരണം ശ്രീദേവിയുടെ തന്നോടുള്ള പെരുമാറ്റം തന്നെയായിരുന്നു കാരണം. ഇനി ഭക്ഷണത്തിന് മുന്നിൽ വെച്ച് അവരെന്തെങ്കിലും പറയുമോ എന്ന് അവൾ ഭയന്നു. ഞാനില്ല അപ്പച്ചി, എനിക്കിപ്പോൾ വിശക്കുന്നില്ല. അവൾ രാജേശ്വരിയെ നോക്കി പതർച്ചയോടെ പറഞ്ഞു. അവരവളെ നിന്ന് നോക്കി. അവളുടെ മുഖത്തെ ദയനീയാവസ്ഥയിൽ നിന്ന് തന്നെ അവൾ വരാത്തതിന്റെ കാരണം അവർക്ക് മനസ്സിലായിരുന്നു. അവരൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. അപ്പച്ചി മോളെ നിർബന്ധിക്കുന്നില്ല. മോൾക്ക് വിശക്കുമ്പോൾ കഴിച്ചാൽ മതി. എന്തായാലും മോള് കഴിക്കുമ്പോഴേ ഇനി അപ്പച്ചിയും കഴിക്കുന്നുള്ളൂ. അവർ പറഞ്ഞു. അവൾ അവരെ ദയനീയമായി നോക്കി. അപ്പച്ചി ഞാൻ... അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവർ കൈയെടുത്തടഞ്ഞു. ഇപ്പൊ വേറൊന്നും ആലോചിക്കേണ്ട, മനസ്സ് ശാന്താക്കിയിരിക്കുക. മോള് പുറത്തേക്ക് വാ, നമുക്ക് പുറത്ത് ഗാർഡനിലൂടെയൊക്കെ നടക്കാം. അവർ പറഞ്ഞുകൊണ്ട് അവളുടെ അനുവാദം വാങ്ങാൻ തന്നെ അവളെയും കൂട്ടി പുറത്തേക്ക് നടന്നു. ഇതേ സമയം തന്റെ മുറിയിലെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ദത്തനും ആലോചനയിലായിരുന്നു. അവന്റെ മനസ്സിലൂടെ അപ്പച്ചിയുടെ ഓരോ വാക്കുകളും കടന്നുപോയി. പിന്നെ തനുശ്രീക്ക് നിഷിദ്ധമായതൊന്നും ഇനി എനിക്ക് വേണ്ട. അതുപോലെ ഏടത്തി ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം ഒരു നാൾ ദുഃഖിക്കേണ്ടി വരും. അന്ന് നെഞ്ചുപൊട്ടി കരയാൻ ഇടവരാതിരിക്കട്ടെ. അപ്പച്ചി പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും അവന്റെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരുന്നു. എന്തായിരിക്കും അപ്പച്ചി അങ്ങനെ പറഞ്ഞു? അച്ഛനോടും അമ്മയോട് എപ്പോഴും ഒരു ബഹുമാനം കലർന്ന സ്വരത്തിൽ മാത്രം സംസാരിച്ചിരുന്ന അപ്പച്ചി എന്തുകൊണ്ടായിരിക്കും അമ്മയോട് അങ്ങനെ സംസാരിച്ച്? അവന്റെ മനസ്സിന്റെ ഉള്ളറകളിൽ കിടന്ന് ആ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ചിലപ്പോൾ തന്റെ ഭാര്യയാണല്ലോ എന്ന് ഓർത്തായിരിക്കും. താൻ അംഗീകരിച്ചില്ലെങ്കിൽ പോലും അവളിപ്പോൾ മനക്കിലെ ദേവതത്തിന്റെ ഭാര്യ തന്നെയല്ലേ? അതുകൊണ്ട് തന്നെയാവും. അവൻ തന്നെ ഉത്തരവും കണ്ടെത്തി. എന്നാൽ അപ്പച്ചിക്ക് ഇങ്ങനെ അവളിങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നു? ഒരു കണക്കിന് അപ്പച്ചിയുടെ ജീവിതം തരാൻ പോലും കാരണം അവിടെ ചിറ്റ എന്ന് പറയുന്ന ആ സ്ത്രീ തന്നെയല്ലേ? എന്നിട്ടും അവരുടെ കുടുംബത്തിലെ പെണ്ണിനെ അപ്പച്ചിക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞതാ എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നത്. അവൻ ഓർത്തുകൊണ്ട് ബാൽക്കണിയിലെ റെയിലിങ്ങിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി നിന്നു. ആ നിമിഷം അവന്റെ കണ്ണുകൾ ഗാർഡനിലൂടെ അപ്പച്ചിയുടെ കയ്യും പിടിച്ച് നടക്കുന്ന തനുവിന്റെ മേൽ പാറി വീണു. ഒരു നിമിഷം അവൻ അവളെ തന്നെ നോക്കി നിന്നു. ആ നിമിഷം അവന്റെ മനസ്സിലേക്ക് പലതും കടന്നു വന്നു.
അതിനൊടുവിൽ ഒരുപാട് വാത്സല്യത്തോടെ തന്നെ ചേർത്ത് പിടിച്ചിരുന്ന ഒരു മുഖം മനസ്സിലേക്ക് കടന്നു വന്നതും അവന്റെ കണ്ണിൽ പകയാളി. എന്തു വന്നാലും എന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല തനുശ്രീ. അധികം വൈകാതെ തന്നെ രേവതി എന്ന രാക്ഷസിയുടെ പൊയ്മുഖം വലിച്ചു കീറും ഞാൻ. അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഞാൻ അവരെ കൊണ്ട് തന്നെ അനുഭവിപ്പിക്കും. അതിനെനിക്ക് നിന്നെ ആവശ്യമാണ് തനുശ്രീ. നിന്റെ കണ്ണിൽ നിന്ന് പൊഴിയുന്ന ഓരോ തുള്ളി കണ്ണുനീരും അവരുടെ നെഞ്ചിൽ തന്നെ വന്ന് തറക്കണം. അതിനെന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് തന്നെ എനിക്കറിയാം. ഇപ്പൊ ഇങ്ങനെ തന്നെ പോട്ടെ. അവർക്കുള്ള ആദ്യത്തെ അടി എങ്ങനെ കൊടുക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവള് നോക്കി അവൻ പകയോടെ മുരണ്ടു. ആ നിമിഷമാണ് അപ്പച്ചിയോടെന്തോ പറഞ്ഞോട് തിരിഞ്ഞ തനു ബാൽക്കണിയിൽ നിന്നുകൊണ്ട് തന്നെ ദഹിപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ദത്തനെ കാണുന്നു. ഒരു നിമിഷം അവന്റെ നോട്ടത്തിന്റെ തീവ്രതയിൽ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവന്റെ മുന്നിൽ നിന്ന് ഓടിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഒരടി പോലും അനങ്ങാനാവാതെ അവൾ അവിടെ തന്നെ തറഞ്ഞു നിന്നു. മോളെ തനു. പെട്ടെന്ന് രാജേശ്വരിയുടെ ശബ്ദം കേട്ടതും അവളൊരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. എന്താ അപ്പച്ചി? മോൾ ഇത് എന്താലോചിച്ചുകൊണ്ട് നിൽക്കുക? ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലേ? അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് അവർ ചോദിച്ചു. അതപ്പച്ചി ഞാൻ എന്താ ആലോചിച്ചെന്നാ? അല്ല അപ്പച്ചി എന്താ ചോദിച്ച്? മുഖത്ത് തെളിഞ്ഞ പരിഭ്രമം മറച്ചു വെച്ചുകൊണ്ട് അവൾ അവരോട് ചോദിച്ചു. ഏട്ടനും ഏട്ടത്തിയൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. മോളിനി വാ, നമുക്കും പോയി കഴിക്കാം. കണ്ണിനും ഇപ്പൊ കഴിക്കാൻ വന്നിട്ടുണ്ടാവും. അവർ പറഞ്ഞു. അവളുടെ കണ്ണുകൾ വീണ്ടും ബാൽക്കണിയിലേക്ക് നീണ്ടു. അവിടെ നിന്നുകൊണ്ട് തന്നെ രൂക്ഷമായി നോക്കുന്നവനെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഒരു നിമിഷം അവിടെ തന്നെ നിന്നുപോയി. വാ മോളെ. അപ്പോഴേക്ക് രാജേശ്വരി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നിരുന്നു. രാജേശ്വരിയും തനു അകത്തേക്ക് കയറിയതും ഭക്ഷണം കഴിച്ച ശേഷം കൈ കഴുകാനായി എഴുന്നേൽക്കുന്ന രാജശേഖരനും ശ്രീദേവിയുമാണ് കാണുന്നത്. നീ ഇത് എവിടെയായിരുന്നു രാജി? കഴിക്കാനിരിക്കും മുന്നേ ഞങ്ങൾ നിന്നെ എവിടെയെല്ലാം നോക്കി. വാഷേരിയിലേക്ക് നടക്കുന്നതിനിടയിൽ രാജശേഖരൻ ചോദിച്ചു. ഞാൻ ഗാർഡനിലുണ്ടായിരുന്ന ഏട്ടാ, തനുമോള് കൂടെ ഉണ്ടായിരുന്നോണ്ട് പതിയെ വരാമെന്ന് കരുതി. അവരയാളെ നോക്കി മറുപടി പറഞ്ഞു. അതിനെന്താ, ഇവിടെ എല്ലാവരും ഒരുമിച്ചല്ല ഭക്ഷണം കഴിക്കാറ്? കൈ കഴുകി ടവലെടുത്ത് മുഖം തുടക്കുന്നതിനിടയിൽ അയാൾ നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു. ഇന്നലെ വരെ അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ നിങ്ങളുടെ സ്വഭാവം വെച്ച് ഇനി അങ്ങനെ ആവണമെന്നില്ലല്ലോ. അവരർത്ഥം വെച്ച് പറഞ്ഞുകൊണ്ട് ശ്രീദേവി എന്ന് രൂക്ഷമായി നോക്കി. അവർ പറഞ്ഞു കേട്ടതും ശ്രീദേവി തനുവിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയ ശേഷം ഒന്നും മിണ്ടാതെ കൈയും കഴുകി തന്റെ റൂമിലേക്ക് നടന്നു. അതെന്താ രാജി നീ അങ്ങനെ പറഞ്ഞേ? അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവാതെ അയാൾ അവരോട് ചോദിച്ചു. ഒന്നുമില്ല ഏട്ടാ, ഞാൻ വെറുതെ പറഞ്ഞ. എന്തായാലും നിങ്ങൾ കഴിച്ചു കഴിഞ്ഞില്ലേ, ഇനി ഞങ്ങൾ കഴിക്കട്ടെ. അവൻ പറഞ്ഞുകൊണ്ട് രാജേശ്വരി തനുവിനെയും കൂടി ഡൈനിങ് ടേബിളിനരിയിലേക്ക് നടന്നു. അവരെയും നോക്കിയ ശേഷം ഒരു നെടുവീർപ്പോടെ രാജശേഖരൻ തന്റെ മുറിയിലേക്ക് നടന്നു. അപ്പോഴേക്കും മുകളിൽ നിന്ന് ദത്തൻ താഴേക്ക് ഇറങ്ങി വന്നു. നീ വന്നോ കണ്ണ, നിന്നെ ഞാൻ വിളിക്കാൻ വരാൻ തുടങ്ങിയായിരുന്നു. അവനെ കണ്ടത് രാജേശ്വരി പറഞ്ഞു. അതിനവരൊന്ന് പുഞ്ചിരിച്ചുകൊണ്ടൊരു ചെയർ വലിച്ചിട്ട് അതിലേക്ക് ഇരുന്നു. വാ മോളെ, മോളും വന്നിവിടെ ഇരിക്കേ. ദത്തനെ കണ്ട് തലകുനിച്ചിരിക്കും തനുവിനരികിലേക്ക് ചെന്നുകൊണ്ട് അവളെ അവന്റെ അരികിലായി കിടന്ന ആ സീറ്റിലേക്ക് ഇരുത്തി. അവൾ അടുത്തായിരുന്നു. ദത്തൻ അവളെ ഒന്ന് രൂക്ഷമായി നോക്കി. അത് കണ്ടതും അവൾ ഭയത്തോടെ മുഖം കുനിച്ചു. രാജേശ്വരി അവർക്ക് രണ്ടുപേർക്കും ഭക്ഷണം വിളമ്പി കൊടുത്തു. ശേഷം അവരും ഭക്ഷണം വിളമ്പി കഴിക്കാൻ തുടങ്ങി. ഇരുവരെയും ഒന്ന് നോക്കിയ ശേഷം തനുവും മുന്നിൽ വെച്ചിരുന്ന പ്ലേറ്റിലേക്ക് മുഖം തിരിച്ചു. പക്ഷെ അവൾക്കൊന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അവിടെയുള്ള ഓരോരുത്തരുടെയും പ്രവൃത്തിയിൽ അവൾ അത്രമാത്രം തളർന്നുപോയിരുന്നു. എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അവൾ ആ പ്ലേറ്റിൽ വിരലുകൾ ഇളക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് അവളുടെ കയ്യിലൊരു പിടി വീണത്. അവൾ ഞെട്ടിലോടെ മുഖമുയർത്തി നോക്കിയതും തന്നെ രൂക്ഷമായി നോക്കിയിരിക്കുന്ന ദത്തനെ കണ്ട് അവൾ പേടിയോടെ ഉമിനീരിറക്കി. തനു പേടിയോടെ ദത്തനെയും ദത്തൻ പിടിച്ചിരിക്കുന്ന തന്റെ കയ്യിലേക്കും മാറി മാറി നോക്കി. എന്താടി ഭക്ഷണത്തിന് മുമ്പിലിരുന്ന് കോപ്രായം കാണിക്കുന്നത്? മര്യാദക്ക് കഴിക്കാനറിയില്ല നിനക്ക്? എതിർവശത്തിരിക്കുന്ന അപ്പച്ചി കേൾക്കാതെ അവളുടെ ചെവിയുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ പതിയാണ് പറഞ്ഞത്. അത് എനിക്ക് വിശപ്പില്ല, അവൾ പതിയെ പറഞ്ഞു. കഞ്ഞിവെള്ളം കുടിച്ചു കിടന്ന നിനക്കൊക്കെ നല്ല ഭക്ഷണം മുമ്പിൽ കൊണ്ടുവെക്കുമ്പോ വിശപ്പില്ലെന്നോ? കൊള്ളാലോ. വാക്കുകളിൽ ആവശ്യത്തിലധികം പുച്ഛവും പരിഹാസവും കലർത്തി അവൻ പറഞ്ഞു. അപമാനഭാരത്താൽ അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. മുമ്പ് കണ്ടിട്ടില്ലാത്തരം ഭക്ഷണമൊക്കെ കാണുമ്പോ നിന്നെപ്പോലുള്ളവൾക്ക് നല്ല ആർത്തി കാണുന്നറിയാം. അതുകൊണ്ട് ഇവിടെ ഉള്ളവരെ കാണിക്കാനായി ഇതുപോലെ മെലോഡ്രാമയൊന്നും കാണിക്കണ്ട. എനിക്ക് നന്നായിട്ടറിയാം നിന്റെയൊക്കെ സ്വഭാവം. മര്യാദയ്ക്ക് എടുത്ത് നിന്നിട്ട് എഴുന്നേറ്റ് പോടി. ദേഷ്യത്തോട് അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് വേദനിപ്പിച്ച ശേഷം കൈവിട്ടുകൊണ്ട് തന്റെ ഭക്ഷണം കഴിക്കൽ തുടങ്ങി. എന്നാൽ അവന്റെ വാക്കുകളുടെ ആഘാതത്തിൽ തറഞ്ഞിരിക്കുകയായിരുന്നു തനു ആ നിമിഷം. എന്തിനു വേണ്ടി അയാൾ തന്നെ ഇങ്ങനെ അപമാനിക്കുന്നു എന്ന ചിന്തയിൽ അവളുടെ കണ്ണുകൾ ഈറനായി. അതിനു മാത്രം താൻ അയാളോട് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. തന്നെ പ്രതിസന്ധിയിലേക്ക് വലിച്ചിട്ട് പോലും ഇയാൾ ഒറ്റ ഒരാളാണ്. എന്നിട്ടിപ്പോൾ തന്റെ മനസ്സിനെയും ശരീരത്തെ ഒരുപോലെ വേദനിപ്പിച്ചുകൊണ്ട് അയാൾ സന്തോഷം കണ്ടെത്തുന്നു. എന്തിനു വേണ്ടി? അവൾ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവൾ മുന്നിലിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് മിഴികൾ വായിച്ചു. വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെയാണ്. വേറെ പലതരം വിഭവങ്ങൾ ടേബിളിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. തന്റെ വീട്ടിൽ ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാറില്ല എന്നും ശരിയാണ്. പക്ഷെ ഒരിക്കൽ പോലും താനും തന്നെ അനിയത്തി ആ വീട്ടിൽ പട്ടിണി അറിഞ്ഞിട്ടില്ല. അതിനുള്ള അവസരം ചുറ്റും ഒരിക്കൽ പോലും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് സത്യം. അവളൊരു നെടുവീർപ്പോടെ ഓർത്തു. തനിമോളെ, അപ്പച്ചി എഴുന്നേക്കുക. നിങ്ങൾ കഴിച്ചിട്ട് പതിയെ എഴുന്നേറ്റാ മതി കേട്ടോ.
അപ്പച്ചിയുടെ ശബ്ദമാണ് അവളെ പലതരം ചിന്തകളിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന് അവൾ അവരെ നോക്കിയൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. രാജേശ്വരി കഴിച്ച പാത്രങ്ങളെടുത്ത് കിച്ചണിലേക്ക് നടന്നു. താൻ ഒരു നിമിഷം കൂടി തന്റെ മുമ്പിലേക്കുന്ന ഭക്ഷണത്തിലേക്ക് നോക്കിയ ശേഷം പതിയെ എഴുന്നേറ്റു. അപ്പോഴേക്കും പിന്നെ അവളുടെ കയ്യിൽ മുറുകി. അവൾ മുഖം തിരിച്ചു നോക്കിയതും തന്നെ രൂക്ഷമായി നോക്കുന്നവനെ കണ്ട് അവിടെ കണ്ണുകൾ കൂർത്തു. എന്താടി കഴിക്കാതെ എവിടെ എഴുന്നേറ്റ് വാ നീ? എനിക്ക് വേണ്ട, അവൻ ദേഷ്യത്തോടെ ചോദിച്ചും അവളും കടുപ്പിച്ച് എന്നെ മറുപടി പറഞ്ഞു. ആ നിമിഷം അവളുടെ മനസ്സിൽ കുറച്ചു മുന്നേ അവൻ തന്നെ അപമാനിക്കാനായി പറഞ്ഞ വാക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നിനക്ക് പാഴാക്കി കളയാൻ വേണ്ടിയാണ് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത്. മര്യാദക്ക് അത് കഴിച്ചിട്ട് എഴുന്നേറ്റ് ഓടി. അവൻ പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പറഞ്ഞൊക്കെയും കേട്ടിട്ട് ഇനിയും ഞാൻ കഴിച്ച അല്പം പോലും ആത്മാഭിമാനമില്ലാത്തൊരു നികൃഷ്ട ജന്മമായി മറിഞ്ഞ അത് വേണ്ട. ഇനി വീട്ടിൽ നിന്ന് ഞാൻ പച്ചവെള്ളെങ്കിലും കുടിക്കണമെങ്കിൽ അതിനെനിക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും അർഹതയുണ്ടെന്ന് എനിക്കും തോന്നുന്ന സമയത്ത് മാത്രമായിരിക്കും. കടുത്ത ശബ്ദത്തിൽ അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ അത്രയും പറഞ്ഞു. അവൻ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റു. പെട്ടെന്നുള്ള അവളുടെ മറുപടിയിൽ അവനൊന്ന് പകച്ചു പോയെങ്കിലും തോറ്റെടുക്കാൻ മനസ്സില്ലാത്ത പോലെ അവൻ അവളുടെ നേരെ ചീറിക്കൊണ്ട് ചെന്നു. അപ്പൊ പൊന്നുമോൾ ഇവിടെ പട്ടിണിയാണെന്ന് ചാവാനായിരിക്കുമല്ലേ ഉദ്ദേശം? അവൻ പരിഹാസത്തോടെ പറഞ്ഞു. അവൾ അവൻ നോക്കിക്കൊണ്ട് തിരിഞ്ഞടന്നു. എന്തുകൊണ്ടോ അവനോട് തിരിച്ചൊരു മറുപടി പറയാൻ പോലും അവൾക്ക് തോന്നിയില്ല. അഷ്ടിക്ക് വകയില്ലാത്തവളുടെ പ്രഹസനം. തിരിഞ്ഞടക്കുമ്പോൾ അവൻ ദേഷ്യത്തോടെ പിറുപിറുക്കുന്ന അവൾ വ്യക്തമായി കേട്ടു. എങ്കിലും അതിനവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ അറിയിക്കുന്നവർക്കേ മറുപടിയുടെ ആവശ്യമുള്ളൂ. അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ കിച്ചണിലേക്ക് നടന്നു. അവൾ പോകുന്ന നോക്കി നിർത്തൻ ദേഷ്യത്തോടെ മുഷ്ടിയുരുട്ടി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.